രംഗത്തായിരുന്നു. അന്ന് എന്നെ ധൈര്യപ്പെടുത്തിയതായ ചില ദൈവവചനങ്ങൾ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ഞാനത് അല്പമായിട്ടൊക്കെ ഒന്ന് പറയണമെന്നൊക്കെ വിചാരിച്ചത് എൻ്റെ ആരോഗ്യം എത്രത്തോളം മുൻപോട്ട് പോകുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ദൈവം ശക്തനാണ്. ലണ്ടനിൽ വെച്ച് ഒരു ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് ഒരു ടെലഗ്രാം കിട്ടി. ടെലഗ്രാമിലെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഭാര്യയും മക്കളും കപ്പൽ മുങ്ങി മരിച്ചു. ആ ദേവദാസൻ ടെലഗ്രാം എടുത്ത് നോക്കി, സ്തോത്രം കർത്താവേ എന്ന് പറഞ്ഞു. എന്നിട്ട് മൈക്കിലൂടെ പറഞ്ഞു, ഭാര്യയും മക്കളും സ്വന്തം ഭവനത്തിലെത്തി, ഞാനും അധികം വൈകാതെ പോകാൻ തിരക്ക് കൂട്ടുകയാണ് എന്ന് പറഞ്ഞിട്ട് പ്രസംഗം കണ്ടിട്ട് ഞാൻ വായിച്ചു. ഇതെങ്ങനെയാ കഴിയും? അതെങ്ങനെയാ കഴിയാന്ന് ചോദിച്ചാൽ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനത്തിൽ നിന്നെ കാക്കും. അതൊരു മിലിറ്ററി വേർഡാണ്. കാവൽ ഒരു മിലിറ്ററി വേർഡാണ്. ആദ്യം വിശദീകരിക്കുന്നില്ല. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നമുക്കുണ്ട്. താഴെ പൗലോസ് പറയുക, എന്നോട് കേട്ടതും പഠിച്ചതും ഒക്കെ ചിന്തിച്ചു കൊള്ളുവിൻ. ദൈവവചനം ചിന്തിക്കുന്ന ഒരു ദൈവ പൈതലിന് അവൻ ജീവിതത്തിൽ താഴെ പറയുക, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടാകും. സമാധാനത്തിന്റെ ദൈവം, പീസ് ഓഫ് ഗോഡ്, ഗോഡ് ഓഫ് പീസ്, രണ്ടും രണ്ട് അർത്ഥങ്ങളാണ്. ഈ രണ്ട് അനുഭവങ്ങൾ പ്രിയ കുടുംബത്തിന് ആശ്വാസം നൽകുവാൻ പര്യാപ്തമാണ്. ഞാൻ എൻ്റെ വാക്കിലൂടെ ക്രോഡീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ ദൈവം തരുന്ന എല്ലാം നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കി അത് പൂർണ്ണമായി വിശ്വസിച്ച് നാം അതിൽ ഊറ്റം കൊള്ളേണ്ടതാണ്. ഗിരിപ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, 2 പേർ വീട് പണിതു.